സർവശക്തനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 27 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ വെളിപ്പെടുത്തുന്നു. അവൻ അവരോട് പറഞ്ഞു, സാബത്ത് മനുഷ്യനു വേണ്ടിയാണ്, മനുഷ്യൻ സാബത്തിനു വേണ്ടിയല്ല. മനുഷ്യപുത്രൻ സാബത്തിന്റെയും കർത്താവാണ്. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, സാബത്ത് വിശുദ്ധമായി ആചരിക്കുവാൻ നാം കടപ്പെട്ടിരിക്കുന്നു. 6 ദിവസം അധ്വാനിക്കുക, എല്ലാ ജോലികളും ചെയ്യുക. എന്നാൽ 7-ാം ദിവസം നിന്റെ ദൈവമായ കർത്താവിന്റെ സാബത്താണ്. അന്ന് നീയോ നിന്റെ മകനോ മകളോ ദാസനോ ദാസിയോ നിന്റെ മൃഗങ്ങളോ നിന്നോടൊത്ത് വസിക്കുന്ന പരദേശിയോ ഒരു വേലയും ചെയ്യരുത്. എന്തെന്നാൽ കർത്താവ് 6 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിക്കുകയും 7-ാം ദിവസം വിശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ അവിടുന്ന് സാബത്ത് ദിവസത്തെ അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്തു. സ്നേഹമുള്ളവരെ, യഥാർത്ഥ ഒരുക്കത്തോടും വിശുദ്ധിയോടും കൂടെ സാബത്ത് ആചരിക്കുമ്പോഴാണ് അത് ദൈവസന്നിധിയിൽ പ്രീതികരമായി തീരുന്നത്. അധ്വാനിക്കുന്ന മനുഷ്യന്റെ ആത്മീയത നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ കർത്താവ് നൽകിയതാണ് സാബത്ത് ദിവസം. സാബത്ത് ദൈവികമായ നന്മ പ്രാപിക്കേണ്ട ദിവസമാണ്. ലാസറിന്റെ ഭവനത്തിൽ യേശു ചെന്നപ്പോൾ മാർത്ത യേശുവിനെ ശുശ്രൂഷിക്കുന്നതിൽ തിരക്കുള്ളവളായിരുന്നു. എന്നാൽ മറിയം യേശുവിന്റെ പാദത്തിൽ വചനം ശ്രവിച്ചുകൊണ്ടേയിരുന്നു. യേശു പറഞ്ഞു, മാർത്ത മാർത്ത, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥതയുമായിരിക്കുന്നു. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. സ്നേഹമുള്ളവരെ, നല്ല അംശം തിരഞ്ഞെടുക്കുവാൻ ക്രിസ്തു നമ്മെ വിളിക്കുകയാണ്. ചെയ്തുപോയ പാപങ്ങൾ ഒരു കാരണവശാലും ആവർത്തിക്കുകയില്ലെന്നും പാപ സാഹചര്യങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കാമെന്നും ദൃഢമായി വിശ്വസിച്ചുകൊണ്ട് കർത്താവിന്റെ ദിവസം വിശുദ്ധമായി ആചരിക്കണം. പുറപ്പാടിന്റെ പുസ്തകം 31-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങൾ കർത്താവ് പറയുന്നു, നിങ്ങൾ എന്റെ സാബത്ത് സൂക്ഷ്മമായി ആചരിക്കണം. എന്തെന്നാൽ കർത്താവായ ഞാനാണ് നിങ്ങളെ വിശുദ്ധീകരിച്ചതെന്ന് നിങ്ങൾ അറിയാൻ വേണ്ടി ഇത് എനിക്കും നിങ്ങൾക്കും മധ്യേ തലമുറ തോറും അടയാളമായിരിക്കും. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 35-ാം തിരുവചനം വ്യക്തമാക്കുന്നു, അന്ധകാരം നിങ്ങളെ കീഴടക്കാതിരിക്കുവാൻ പ്രകാശമുള്ളപ്പോൾ നടന്നുകൊള്ളുവിൻ. നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, ഞങ്ങളുടെ കഴിവോ ഞങ്ങളുടെ ബലമോ അല്ല കർത്താവേ, അങ്ങയുടെ ദയയാണ് ഞങ്ങളെ നടത്തുന്നത്, അങ്ങയുടെ കൃപയാണ് ഞങ്ങളെ നടത്തുന്നത്. സ്നേഹമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ്. നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാനുള്ള വലിയൊരു ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രമാണ് കർത്താവെ ഞങ്ങളുടെ ആശ്രയം. ഞങ്ങളെ സഹായിച്ചു. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ ദൈവമേ. ഓ യേശുവേ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എന്നേശുവേ. കഴിവല്ല നിൻ കൃപയാണ്, ഞങ്ങളുടെ ബലമല്ല നാഥ, ബലമല്ല നിൻ ദയയാണ്. യേശുവേ, കഴിവല്ല നിൻ കൃപയാണ്, ബലമല്ല നിൻ ദയയാണ്. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ ദൈവമേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എന്നേശുവേ. സ്നേഹമുള്ളവരെ, ജനിക്കുവാൻ കഴിയാത്ത കോടാനുകോടി മനുഷ്യർ ദൈവത്തിൻ്റെ മനസ്സിൽ മാത്രം സ്ഥിതി ചെയ്യുമ്പോൾ നാം എത്ര ഭാഗ്യമുള്ളവരാണ്.
നമ്മുടെ ഇന്നത്തെ കഷ്ടതകൾ ഓർത്ത് വ്യസനിക്കാതെ ജീവിക്കുവാൻ തന്ന ദൈവത്തിൻ്റെ വിളി കേട്ട് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുന്ന കർത്താവിനെ നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ രോഗിയായപ്പോഴും എന്നെ സഹായിച്ച രോഗിയായി മാറിയപ്പോൾ യഹോവ റാഫയായി. രോഗിയായി മാറിയപ്പോൾ യഹോവ റാഫയായി. തോൽവികൾ വന്ന നേരം യഹോവ നിസിയായി. തോൽവികൾ വന്ന നേരം യഹോവ നിസിയായി. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിന്റെ കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിന്റെ ഞങ്ങൾ ഇതുവരെ നീ മാത്രം എൻ ദൈവമേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എന്നേശുവേ. നമുക്കൊരു രക്ഷകനുണ്ട്, പാപിയെ പരിശുദ്ധനാക്കുന്ന രക്ഷകൻ, മരിച്ചു മരവിച്ച മനസ്സുകളെ ഉയർപ്പിക്കുന്ന രക്ഷകൻ, ദരിദ്രനെ സമ്പന്നനാക്കുന്ന രക്ഷകൻ, കർത്താവായ യേശുക്രിസ്തു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവിനോട് ചേർന്ന് അവിടുത്തെ കരം പിടിച്ച് നമുക്ക് നടക്കാം. എൽശദയായി നമ്മുടെ കൂടെ കൂടെയുള്ളപ്പോൾ അസാധ്യതകൾ മാറിപ്പോയി. എൽശദായ് കൂടെയുള്ളപ്പോൾ അസാധ്യതകൾ മാറിപ്പോയി. എബനേസർ എൻ ദൈവമേ, എന്നെ കരങ്ങളിൽ വഹിച്ചവനേ. എബനേസർ എൻ ദൈവമേ, എന്നെ കരങ്ങളിൽ വഹിച്ചവനേ. ഞങ്ങളുടെ കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിന്റെ കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിന്റെ ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ ദൈവമേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എന്നേശുവേ. ദൈവം നമുക്ക് നൽകിയ ദാനങ്ങളെ ഓർത്ത് നമുക്ക് നിത്യവും അവിടുത്തെ സ്തുതിക്കാം. അവിടുന്ന് എത്രയോ വലിയ ശക്തനായ ദൈവമാണ്. അവിടത്തോട് ചേർന്ന് നടക്കുവാൻ നമ്മളെ എപ്പോഴും കാണുന്ന ഒരു നല്ല ദൈവം. ആ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടുകൂടി എൻ ശൂന്യതകൾ മാറ്റിയല്ലോ. എൻ ശൂന്യതകൾ മാറ്റിയല്ലോ. എപ്പോഴും എന്നെ കാണുന്ന എപ്പോഴും എന്നെ കാണുന്ന എൽരോഹിയൻ സ്നേഹക്കൊടിയേ.
ദൈവമേ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എന്നേശുവേ. ഇന്നേ ദിവസം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സകലുടെയും പ്രാർത്ഥനകൾ കർത്താവായ യേശുക്രിസ്തു കേൾക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിരിക്കുന്ന സാഹചര്യത്തെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.